ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പെരുന്നാളിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ രാവിലെ തന്നെ രാവിലത്തേക്ക് പത്തിരിയും മുട്ടക്കറിയും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്ക് മട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് മട്ടൻ കഴുകി അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കുറച്ച് കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്മിയിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് അത് വെന്ത് വരുമ്പോഴേക്കും ബാക്കി മസാലയൊക്കെ റെഡിയാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കേട്ടോ. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കാണ്ട് പിന്നെ സവാള വാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള കുറച്ച് പൊരിച്ച് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ സവാള കുറച്ച് വറുത്ത് മാറ്റി വെക്കുക. കശുവണ്ടി മുന്തിരി കൂടി വറുത്ത് വെക്കുക. ബാക്കിയുള്ള ആ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് സവാള ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അത് വാടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ഭാഗം ഇട്ട് കൊടുക്കുക, 1/4 ഭാഗം മാറ്റി വെക്കുക. നമുക്ക് ചോറ് ഡെക്കറേറ്റ് ചെയ്യാൻ മേളിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലേക്ക് ആകെ ഒരു ഐസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചൂടല്ലേന്ന് വെച്ചിട്ട് അത് കഴിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുക്കിംഗ് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ് പെരുന്നാളായിട്ടൊരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ശരീരം വേദനയും ജലദോഷവും ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ചെയ്യാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യണമല്ലോ. നമുക്ക് പിള്ളേർക്കും എല്ലാവരും അവരൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാണ്ട് തൂങ്ങിയിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടെല്ലാം വേം ചെയ്തിട്ടോ. പിന്നെ അതേ മസാല റെഡി ആയപ്പോൾ അതിലേക്ക് ഇച്ചിരി തൈരും അതേപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാല ഇട്ട് അതൊന്ന് ആക്കിയിട്ട് മട്ടൺ വേവിച്ചത് അതിലേക്ക് ഇട്ടിട്ട് സ്ലോ കുക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തറവാട് വരെയും പോയിട്ട് തിരിച്ചു വന്നിട്ട് അവരെയൊക്കെ കണ്ട് ഈദ് മുബാറക്ക് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി ഞാനിതൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വീഡിയോ എടുക്കടാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി. മക്കൾക്ക് ഇഷ്ടമായി. പിന്നെ ചില കൊല്ലമൊക്കെ നമ്മൾ ഒരുമിച്ച് തറവാടിൽ എല്ലാവരും കൂടിയാണ് കേട്ടോ ആഘോഷിക്കാറ്. ഉച്ചക്ക് ഫുഡൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാറ്. ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. രാവിലെ അവിടെ പോയി എല്ലാവരെയും കണ്ട് എല്ലായിടത്തൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഈ പണികളൊക്കെ ചെയ്തത്. 2-2:15 ഞങ്ങൾ ചോറിനായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാക്കയാണെങ്കിൽ കിടന്ന് കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കിടന്ന്. മോനാണെങ്കിൽ അവനും കൂട്ടുകാരോടൊപ്പം കളിക്കാനും അതിനൊക്കെ പോയി. ഞാൻ പയ്യെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീട്ടിൽ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്ക് ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പയ്യാലത്തോടെ നമുക്ക് വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് 2 വീലർ എടുത്ത് ഞാനും പയ്യയും പുറത്ത് പോയി. അവൾക്ക് കുറേ കളിക്കണൊരു നമ്മുടെ അടുത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവളെയും കൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടാ. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറച്ച് പിള്ളേർ അവിടെ ഓൾറെഡി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് അവളവിടെ കളിപ്പിച്ച്. അതിൽ ഒരുപാട് കളിക്കണ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. ആകെ ഇപ്പോൾ ഈ ഉള്ള ഊഞ്ഞാലയും അതേപോലെ ഇപ്പോൾ അവൾ ഊർന്നിറങ്ങിയ സാധനവും പിന്നെ വേറൊരു മേളിൽ കൂടി കയറിയിട്ട് ഇറങ്ങുന്നൊരു സാധനം, അങ്ങനെ 2-3 തന്നെ ഉള്ളൂ. പിന്നെ ഇരിക്കാൻ കുറച്ച് ബെഞ്ചും അതൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് വൈകുന്നേരം വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് എന്താ പറയുക, തീരെ വയ്യെങ്കിലും ഈ പറഞ്ഞോണം എല്ലാവരും അവരവരുടെ ഉമ്മയുടെയും ഒക്കെ വീട്ടിൽ പോയി. ഞാനാണെങ്കിൽ നാളെ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ടിരിക്കണോണ്ട് ഇന്ന് പോയില്ല. അപ്പോൾ പിള്ളേർക്ക് ബോറടിക്കുമല്ലോ ഇരുന്ന് കഴിഞ്ഞാൽ, അവർ വീട്ടിൽ തന്നെ ഇരുന്ന്. അപ്പം അങ്ങനെ ആയിട്ട് അവളെയും കൊണ്ട് വന്നതാ. അങ്ങനെ ഫൈഹാക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കൂടി കളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചിട്ട് വന്നതാണ്. ഓരോ കുട്ടികളും അവിടെ കിടന്ന് കളിക്കാനാണ് നമുക്ക് ചിരി വരും കേട്ടോ. പേടിയൊന്നുമില്ല, കറങ്ങിയിട്ട് നമുക്ക് തല കറങ്ങണ്. അവർ കിടന്നും ഇരുന്നും ഒക്കെ കറങ്ങണുണ്ടായിരുന്നു ഇതിലൊക്കെ. പിന്നെ ഫൈഹാക്ക് ഈ മേളിൽ കൂടി കയറുന്ന സാധനത്തിൽ കയറാൻ പേടി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ പ്രാവശ്യമൊക്കെ. പിന്നെ അവൾ കയറി അവൾക്ക് പേടിയൊക്കെ മാറിയായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ തീരെ വയ്യാണ്ടായി ഗൈസ്. മേലി ശരീരം വേദന, അനങ്ങാൻ പറ്റണില്ല. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും 9:45 കഴിഞ്ഞ്. അപ്പോൾ ഇക്കാക്ക
ഞാൻ നടക്കണുണ്ട്, ആ മരുന്ന് മേടിക്കാൻ വേണ്ടി പോണതാണത്. ഞാൻ പറഞ്ഞാൽ പോയി മരുന്ന് മേടിക്കുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ഗൈസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പെരുന്നാൾ അങ്ങനെ തീർന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.